ദൈവത്തിന് മുഖത്തുണ്ടാവട്ടെ. അഭിമന്യ തിരുവനന്തപുരത്തെയും ആദരണീയരായ വൈദിക ശ്രേഷ്ഠ യുകെയിലെ പ്രഭാഷകയായ ക്രിസ്ത്യാനി സഭയുടെ വാത്സല്യ ദൈവമക്കൾ, ഈ സഭയിൽ ഈ ദേശത്ത് വളർത്തുവാനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ ഏവർക്കും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധവും നിസ്തുലവുമായ നാമത്തിലുള്ള സ്നേഹവന്ദനം വളരെ വിനയത്തോടെ അറിയിക്കുക. യാദർശികമെന്ന ഒരു വാക്ക് ദൈവപദ്ധതിയിൽ ഇല്ലാത്തതിനാൽ ഇപ്രകാരമുള്ള ഈ വിദ്യാർത്ഥി സംഗമത്തിൽ നിങ്ങളുടെ ഭാഗമായി തീരാൻ സാധിച്ചത് ദൈവപദ്ധതിയായി കണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ശക്തരായി നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ ഞാൻ അശക്തനാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒരുമിച്ച് അല്പസമയം ആയിരിക്കുന്നത് ഭാഗ്യമായി കാണുകയാണ്. ആത്മാവിന്റെ ബലങ്ങൾ, ഇതാണ് നമ്മുടെ ഈ വർഷത്തെ കൊടിവരവിന്റെ ചിന്താവിഷയം. ആ ഫലങ്ങളാണ് ഇരിക്കുന്ന ഓരോരുത്തരുമായി തിരിച്ചു. ഒരിക്കൽ ഒരച്ഛൻ ഒരു വീട്ടിലേക്ക് ഭവന സന്ദർശനത്തോടത്തിൽ കടന്നു ചെല്ലുകയാണ്. അച്ഛനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ LK-47 തോക്ക് പിടിച്ച് ഒരു ബാലൻ മുന്നോട്ട് വന്നു. അച്ഛന്റെ നേരെ ട്വിഷ് 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 എന്ന ഒരു 10-15 വെടിയെന്ന് വെച്ചു. അച്ഛൻ അവനെ തുറിച്ചു നോക്കി. സാധാരണ പിള്ളേരാരും അച്ഛനെ വെടിവെക്കാറില്ല. ഇവിടെ വെക്കാറുണ്ടോ? വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട് ഇല്ല. അച്ഛൻ ഒരു ഭാവഭേദം ഇല്ലാതെ അവനെ നോക്കിയത് കൊണ്ട് അവന് ഭാവഭേദം ഉണ്ടായി. അവൻ കരയാനായി തുടങ്ങി. കരച്ചിൽ ഉച്ചസ്ഥായിലെത്തിയപ്പോഴേക്കും ആ വാക്ക് മനസ്സിലായോ? മലയാളത്തിലെ ഒരു വാക്കാണ്. പലർക്കും മനസ്സിലായില്ല. പിള്ളേർക്ക് മലയാളം പറയണമെന്നാണ് ഇവിടുത്തെ രീതി. അവിടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, കേരളത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മലയാളം പറഞ്ഞാൽ ഫൈൻ കൊടുക്കണം. അവിടെ അതിനകത്ത് ഇംഗ്ലീഷേ പറയുള്ളൂ. ഞങ്ങൾ വളരെ വീക്കാണ് ആ കാര്യത്തിൽ. ഇവിടെ മലയാളം പറഞ്ഞാൽ ഫൈനില്ല, മാർക്ക് കുറയ്ക്കോ, ഫൈൻ കൂടെ വെക്കണ്ട. അപ്പോ ഈ കുട്ടിയുടെ കരച്ചിൽ വളരെ ഉയർച്ചയിലായി. അപ്പോഴേക്കും വീട്ടിലെ വല്യപ്പച്ചനും വല്യമ്മച്ചേ ഉള്ളൂ. ആ കുട്ടിയുടെ പിതാവും മാതാവും വിദേശത്താണ്. ഈ കുട്ടിയെ ആശ്വസിപ്പിക്കാനായിട്ട് അച്ഛൻ ഒത്തിരി ശ്രമിച്ചു. കൈ പോക്കറ്റ് തപ്പി നോക്കി, മിഠായി എടുത്തില്ല. സാധാരണ പിള്ളേർ മിഠായി കൊടുത്താൽ പിള്ളേർക്ക് ഒരു ആശ്വാസവും ചിലപ്പോൾ ഒന്ന് ചിരിക്കുകയോ ചെയ്തേനെ. അച്ഛൻ പോക്കറ്റ് പലവട്ടം തപ്പി നോക്കി, മിഠായി ഇല്ല, കൊടുക്കാനൊന്നുമില്ല അച്ഛൻ. ഇപ്പോഴേക്കും വല്യപ്പച്ചനും വല്യമ്മച്ചി ഓടി വന്നു. അപ്പോ അച്ഛനാകെ ഒരു ജാലിത, വിഷമം. എന്റെ അമ്മച്ചി ഒന്നും പറയണ്ട, ഞാനും കയറി വരും, കൊച്ചു വെടിവെക്കുകയും ചെയ്തു, കരച്ചിൽ തുടങ്ങി. ഞാൻ ഒന്നും ചെയ്തില്ല, പിന്നെ വഴക്ക് പറഞ്ഞില്ല. അയ്യോ നോക്കിയാ അവന്റെ നേരെ അതേ ഉള്ളൂ. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, അച്ഛനെ വെടിവെച്ചാണെന്ന്. അവൻ വെടിവെച്ചാണ്. സാരമില്ല, അവനെ കൊണ്ട് ഞാൻ ഒന്നും കൂടെ വെടിവെപ്പിക്കാം. അങ്ങനെ വെടിവെക്കുമ്പോൾ അച്ഛനൊന്ന് വീണാ മതി. അപ്പോ ഈ കൊച്ചിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോൻ ഒന്നും കൂടി അച്ഛനെ വെടിവെക്കാൻ പറഞ്ഞു. അവൻ തോക്കെടുത്തു, അച്ഛന്റെ നേരെ ടിഷ് 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 വെടിവെച്ചു. അച്ഛൻ പെട്ടെന്ന് വീണു, കൊച്ചു പൊട്ടിത്തിരിച്ചു. ഈ അപ്പച്ചനെ അവൻ പല പ്രാവശ്യം വെടിവെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അപ്പച്ചൻ വീണിട്ടുണ്ട്. അച്ഛൻ വന്നപ്പോൾ കൊച്ചു വെടിവെച്ചു, അച്ഛൻ വീണില്ല എന്നുള്ളതാണ് കൊച്ചു കരയാൻ കാരണം. ശാഠ്യം. അത് ആത്മാവിന്റെ ഫലമാണോ? ആണോ? ആത്മാവിന്റെ ഫലമാണോ അത്? അല്ല.
ആത്മാവിന്റെ ഫലമുള്ളവരായി ഫലമുള്ള അനുഭവത്തിലേക്ക് വരാൻ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ബാല്യത്തിൽ നാം സ്വീകരിക്കുന്നതാണ് വളർന്നു വരുമ്പോൾ. അതുകൊണ്ട് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സ്റ്റുഡൻസ് മൂവ്മെന്റ് അതിൽ അംഗങ്ങളായിരുന്നുകൊണ്ട് UK റീജിയണിലെ സഭയില് ഇങ്ങനെയൊരു പ്രസ്ഥാനമുണ്ട്. മോർ ഗ്രിഗോറിയോസ് ജാക്കബൈറ്റ് സിറിയൻ സ്റ്റുഡൻസ് മൂവ്മെന്റ്, MGJSM എന്നാണ് അതിന്റെ പേര്. ഇത് നമ്മുടെ ജീവിതത്തില് ഇത് രണ്ടാമത്തെ ആനുവൽ മീറ്റിംഗാണ്. കഴിഞ്ഞ വർഷം കൂടി വന്നത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. 4-5 കുട്ടികൾ ഒരുപക്ഷെ നാട്ടിലേക്ക് അവധിക്കാലമോ മറ്റു ചെലവഴിക്കാൻ പോയത് കൊണ്ടായിരിക്കാം 65-67 പേര് കഴിഞ്ഞ വർഷം പങ്കെടുത്തത്. ഏതാണ്ട് 99% കുട്ടികളും അക്കൂടെ പുതിയവരായി 10-25 കുട്ടികളും ഈ വർഷം വരാൻ സാധിച്ചത് ഈ ക്യാമ്പിന്റെ വലിയ വിജയമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോജനീഭവിക്കുവാൻ, ഇത് നന്മയ്ക്കായി തീരുവാൻ, നമ്മുടെ വ്യക്തിത്വ വളർച്ചയിൽ, സഭാജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, മാതാപിതാക്കൾ ബന്ധത്തിലെല്ലാം മൂല്യങ്ങളുള്ള ഒരു ജീവിതത്തെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലരുടെ പുസ്തകം വായിക്കുമ്പോൾ ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം. ഞാൻ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. വിവിധ പ്രായത്തിൽ ഉള്ളതായ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തോട് ഈ സായം സന്ധ്യയിൽ വൈകുന്നേരം ഒരു പരിശോധന നടത്തും. എന്റെ ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയാണോ ഞാൻ? എന്റെ ദൈവത്തിന് ഇഷ്ടമുള്ള, എന്റെ ദൈവം ഇഷ്ടപ്പെടുന്ന, എന്റെ ദൈവം സ്നേഹിക്കുന്ന ഒരാളാണോ ഞാൻ? ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത രീതി, ജീവിത ശൈലി, അതാണ് ദൈവത്തിന് ഏറ്റവും ബോധിച്ചവനാകാൻ. പലപ്പോഴും പ്രതിസന്ധിയിലൂടെയാണ് ദാവീദ് കടന്നുപോയത്. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. 7 സഹോദരന്മാർക്ക് ശേഷം പിറന്ന 8ാമനാണ് ദാവീദ്, വീട്ടിലെ ഇളയ മകൻ. സ്വാഭാവികമായും മാതാപിതാക്കളിൽ നിന്ന് അധികം സ്നേഹം കിട്ടേണ്ട സാഹചര്യത്തിൽ അവരാൽ അവഗണിക്കപ്പെട്ടവനായി വനാന്തരത്തിൽ അപ്പന്റെ ആടുകളെ നയിക്കുന്ന അനുസരണയുള്ളതായ ഒരു ബാലൻ. അത് ആത്മാവിന്റെ ഫലമാണ്. ആ അനുഭവത്തിൽ അവൻ വളർന്നു വരുന്നു. ദൈവം അവനെ വളരെ സ്നേഹിക്കുകയും അവനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ദാവീദിനെ ബോധിച്ച പുരുഷനായി കണ്ടു. ഈ ക്യാമ്പ് 3 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ നാം ഓരോരുത്തരും പ്രായഭേദമെന്നെ, ഇത് പ്രായത്തിലുള്ളതായിക്കൊള്ളട്ടെ, വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത പ്രായത്തിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന് ബോധിച്ച ഒരാളായി ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. നിങ്ങൾ എല്ലാ ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്നു. നിങ്ങളുടെ സന്തോഷം വളരെ വലുതാണ്. വീട്ടിന്റെ സാഹചര്യം വിട്ട് പൊതുവായി ഒരുമിച്ച് കൂടി നാം പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. പല മത്സരങ്ങളുണ്ട്. വിവിധ ടീമുകളായി തിരിച്ചിരിക്കുന്നു. കോമ്പറ്റീഷൻ നടക്കുന്നു. പരസ്പരം മത്സരത്തിന്റെ സമയമാണ്. പലർക്കും നിരാശ വന്നു. 5 മാർക്ക് വെച്ച് പറഞ്ഞപ്പോൾ മുഖത്ത് കണ്ടു. അച്ഛനോട് പ്രത്യേകം നന്ദിയുണ്ട്. അവരെ നിരാശയിലേക്ക് വിടുക. അതൊരു വലിയ പാഠമായിരിക്കട്ടെ. ഇനി വൈകി വരാതിരിക്കാനും, ഇനി നിങ്ങളുടെ പെർഫോമൻസ് മാർക്ക് കുറയാതിരിക്കാനും, പങ്ക്ച്വാലിറ്റിക്കുള്ള മാർക്ക് 100 മേടിക്കുന്ന ഉള്ളൊരു കൈവയ്ക്കുകയും
മനസ്സിലായ പഞ്ചായത്ത് ഒക്കെ അക്കാര്യത്തിൽ ഞങ്ങൾ മാർക്കറ്റിൽ പോവില്ല എന്ന് എല്ലാവർക്കും ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ എല്ലാ കാര്യത്തിലും ന്യായത്തിൽ പ്രാർത്ഥിക്കുന്നു. ബോധിച്ച ഒരു മനുഷ്യനാകുക ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൊതി അതായിരിക്കുന്നു. ദൈവത്തിന് ബോധിച്ചവനായി തീരാൻ എന്തുകൊണ്ട് ദാവീദിൽ സാധിച്ചു? എങ്ങനെയാണ് സാധിച്ചത്? ദാവീദിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒന്ന്, ദാവീദ് ദൈവത്തോട് കൂടെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. തന്റെ മുമ്പിൽ ദൈവത്തെ നിർത്തി തന്റെ എല്ലാ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിലായിരുന്നു. പ്രതിസന്ധികളുടെ പരമ്പരകൾ കടന്നു വന്നപ്പോൾ പതറാതെ ദൈവാശ്രയത്തിൽ വളരാനായിട്ട്, ദൈവത്തിൽ ആയിരിക്കാനായിട്ട് ദാവീദിന് സാധിച്ചു. നാം ഇന്നിപ്പോൾ 9-ാം മണിയുടെ സന്ധ്യയുടെ സൂത്താരയുടെ 3 യാമപ്രാർത്ഥനകൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന അനുഭവമാണ്. ഞാൻ ധ്യാന പ്രസംഗം നടത്തിയോട് പറഞ്ഞു, നമ്മുടെ ആ കുട്ടികളും പലരും നമ്മുടെ പ്രാർത്ഥനകൾ അറിഞ്ഞുകൂടാ. 7 നേരത്തെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ സഭയിലാണ് നാം ജനിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയുടെ മഹത്വം അറിഞ്ഞുകൂടാ. ഒരിക്കൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നായ ദുബൈയിലേക്ക് പോകാനായി അല്ലെങ്കിൽ UAE പോകാനായിരിക്കുന്ന ഒരു പെൺകുട്ടി, അതേ ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്യുവാനായിട്ട് അവിടെ വന്നതായിരിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ. അവർ തമ്മിൽ പരിചയപ്പെട്ടു. നാടും വീടും പറഞ്ഞ് കോലഞ്ചേരിക്കാർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ എന്റെ മാതാപിതാക്കളുടെ ദൈവവിശ്വാസം, അവരുടെ പ്രാർത്ഥന, ദൈവത്തോടുള്ള അവരുടെ വലിയ ബന്ധം, കണ്ണുനീര്, വഴിപാടുകൾ, അതാണ് എന്നെ ഇന്ന് ഈ സ്ഥാനത്തെത്തിച്ചത്. ആ ചെറുപ്പക്കാരൻ അവിടെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. എവിടെ ദൈവം? There is a God. ദൈവമുണ്ടോ? എവിടെയാ ദൈവം? ഇതൊക്കെ മനുഷ്യൻ വെറുതെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളില് ഉണ്ടാകാവുന്ന, ഈ പ്രായത്തിൽ ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ ചോദിക്കാറുണ്ടോ ദൈവം ഉണ്ടോന്ന്? ഉണ്ടോ? ചോദിക്കാറുണ്ടോ? നമുക്ക് സയന്റിഫിക് ആയിട്ടൊക്കെ ഇന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ആളുകൾ, ശാസ്ത്രീയമായ ഏതെങ്കിലും ചോദ്യം ചോദിക്കുന്നത്, എവിടെയാ ദൈവം? കാണിച്ചു തരാമോ മമ്മി? ദൈവം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. അറിവിലൂടെ അല്ല, വായനയിലൂടെ അല്ല, മറിച്ച് അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനായി സാധിക്കണം. തന്റെ സഹോദരിയുടെ പ്രാണൻ, ജീവൻ രക്ഷിക്കുവാനായി വിലയേറിയ ഒരു മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി ഓടിപ്പോകുന്നതായ ചെറുപ്പക്കാരൻ കാൽ തെറ്റി വീണ് മരുന്ന് നഷ്ടപ്പെട്ടു പോയി. ഇഞ്ചക്ഷന്റെ മരുന്നാണ്. അവനാകെ പകച്ചു പോയി. വേറെ മരുന്ന് വാങ്ങാനായിട്ട് അവന്റെ പണമില്ല. അപ്പോഴും പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ എനിക്ക് ഒരു മരുന്ന് കൂടെ. ഞാൻ കിടക്കാരനോട് എന്റെ നിസ്സഹായത പറയും. അദ്ദേഹം എനിക്ക് എന്റെ സഹോദരിയുടെ ജീവന് വേണ്ടി ആ ഒരു മരുന്ന് തരികയാണെങ്കിൽ ഞാൻ നിന്നിൽ വിശ്വസിക്കും. അവനോട് ചെന്നു. പ്രാർത്ഥനയോട് ചെന്നപ്പോൾ ആ കിടക്കാരനെ യാതൊരു മടിയും കൂടാതെ ഇഞ്ചക്ഷൻ മരുന്ന് കൊടുത്തപ്പോൾ പറഞ്ഞു, ദൈവമുണ്ട്. അനുഭവത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്ന നന്മയിലൂടെ, അനുഭവത്തിലൂടെ. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ദൈവം എന്റെ ജീവിതാനുഭവമാണ്, എന്നെ ഞാനാക്കിയ ദൈവമാണ്, ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥാനങ്ങൾ ദൈവത്തിൻ്റെതാണ്. അപ്പോഴവൻ പറഞ്ഞു, എങ്കിലൊന്ന് പ്രൂവ് ചെയ്യുക, നിന്റെ ഭാഗത്ത് ദൈവം നിൽക്കട്ടെ. നീ പറയുന്നു ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്, ഇടപെടുന്ന ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്, കേൾക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. എങ്കിൽ നിന്റെ ഭാഗത്ത് ദൈവം, എനിക്ക് ദൈവം വേണ്ട.
ഞാൻ ഇന്ന ഡിഗ്രികൾ നേടിയിരിക്കുന്നു, ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന പൊസിഷൻ ജോലി ചെയ്യുന്നു. എന്റെ കഴിവാണത്, എന്റെ ത്യാഗമാണ്, അത് എന്റെ ഉത്സാഹത്തിന്റെ ഫലമാണ്. ദൈവത്തിന് അത് യാതൊരു പങ്കുമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് തർക്കിക്കാൻ അല്ലെങ്കിൽ തങ്ങളുമായി ഒരു മത്സരത്തിന് ഞാനില്ല, എന്റെ അനുഭവമാണ് ദൈവം. പക്ഷേ അവൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. അവൻ അത് പ്രൂവ് ചെയ്യാൻ, ദൈവം ഇല്ല എന്ന് തെളിയിക്കുവാനാണ് അവൻ ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ദാവീദ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോൾ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു. പടക്കൂട്ടങ്ങൾ അവനെതിരായി വന്നപ്പോൾ അവൻ ദൈവത്തോട് ചേർന്ന് അതിനെ അതിജീവിച്ചു. അതെല്ലാം ദൈവം അവന് പ്ലസ് പോയിന്റ്, അവനെ ബോധിച്ച പുരുഷനായി കാണാൻ, ദൈവവൈദ്യനായി കാണാൻ, ദൈവത്തിന്റെ പ്രിയനായി കാണാൻ. അതുകൊണ്ടാണ് നാം വേദപുസ്തകം പഠിക്കുന്നത്, ഞാൻ ദാവീദിനെ എനിക്ക് ബോധിച്ച. ഈ ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഉറക്കം വരുന്നവരുണ്ടോ, ഉറങ്ങി തുടങ്ങിയവരുണ്ടോ? ഉണ്ടോ? ഉറങ്ങരുത് കേട്ടോ. ബോധിച്ചവരായി, ദൈവത്തിന് ബോധിച്ച കുഞ്ഞുങ്ങളായി യുകെയുടെ പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിലായി പഠിക്കുകയും വളരുകയും ചെയ്യുന്ന നിങ്ങൾ, അതിനാണ് അഭിമന്യ തിരുവൻസിന്റെ ഹൃദയത്തിൽ ദൈവം തോന്നിച്ച വലിയ ആലോചന പ്രാവർത്തികമാക്കി. യുകെയുടെ ചുമതല അഭിമന്യ തിരുവൻസോട് ഏറ്റെടുത്ത ശേഷം നിങ്ങളിൽ ആത്മീകമായ വളർച്ചയും ഉയർച്ചയും ഉണ്ടാക്കുവാൻ, അപ്പോൾ തന്നെ സഭയോടുള്ള നിങ്ങളുടെ ബോധ്യം വളർത്തുവാൻ, വലുതാക്കുവാൻ, അതിൽ ഉറച്ചു നിൽക്കുവാൻ. പലപ്പോഴും ദേവാലയങ്ങൾ ഇന്ന് ഹോട്ടലുകളും ബാറുകളുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ദേവാലയങ്ങൾ പണിയുവാനും അതിൽ ആരാധന നടത്തുവാനും ഇവിടെ കൊതിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, യുകെയിൽ വാടക കൊടുക്കാതെ സ്വന്തമായ ദേവാലയങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകട്ടെ. അതൊക്കെ വലിയ വില കൊടുക്കേണ്ടതാണെങ്കിലും നിങ്ങളുടെ കാലത്തെങ്കിലും ഇപ്പോൾ ആയിരിക്കുന്ന ശ്രദ്ധരായ കൗൺസിലറുകളുടെ പ്രവർത്തനത്തിലും നിങ്ങൾ വളർന്നു വരുമ്പോഴും നിങ്ങളിവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തമായി ആരാധന, പലപ്പോൾ വലിയ മനോഹരമായ പുരാതനമായ ആയിരക്കണക്കിന് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയങ്ങളിൽ നിന്ന് അടഞ്ഞു കിടക്കുമ്പോൾ, കാട് പിടിച്ചു കിടക്കുമ്പോൾ, അതിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ ഉണ്ടാകുന്നതിൽ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളിലൂടെ സഭ ഈ ദേശത്ത് വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, ദൈവമുണ്ട്, അതിന്റെ അനുഭവമാണ്. അവന് പിന്നെ എങ്കിലാ ഞാൻ ചോദ്യം ചോദിക്കാം, നമുക്കൊരു മത്സരം നടത്താം. നിന്റെ ഭാഗത്ത് കൂട്ടായ ദൈവം നൽകട്ടെ. ലോകത്ത് എന്തിനെ കുറിച്ചും നീ ചോദിച്ചു കൊള്ളുക, ഞാൻ ഉത്തരം തരാം. എനിക്കതുള്ള അറിവുണ്ട്. എന്നാൽ നിന്റെ ഭാഗം ദൈവം നിൽക്കുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് ഉത്തരം തരാമോ? എങ്കിൽ ഞാൻ ആ ദൈവത്തെ വിശ്വസിക്കാം. മനസ്സോടെ ആ കുട്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് അവന്റെ ബെറ്റിന് തയ്യാറായി. ചോദ്യത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ 50 രൂപയാണ് അവർ വെച്ചിരിക്കുന്നത്. 50 രൂപ കൊടുക്കും. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു. അവർക്കതിന്റെ മറുപടി പറയാനായിട്ട് കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, എവിടെയാണ് നിന്റെ ദൈവം? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, നിന്നെ ഇത്രയും വളർത്തിയ, നിന്നെ പരിപാലിച്ച, നിന്നെ നടത്തിയതെന്ന് പറയുന്ന നിന്റെ ദൈവം എവിടെയാണ്? ഉറങ്ങുകയാണോ? എവിടെയാ ദൈവം? ഞാൻ ചോദിച്ച സിമ്പിളായ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയാതെ വേർക്കുന്നത് എന്താണ്? പെട്ടെന്ന് അവൾ പേഴ്സ് തുറന്നു, 50 രൂപ എടുത്തു കൊടുത്തത് പറഞ്ഞു, സോറി ഞാൻ തോറ്റുപോയി, പക്ഷെ ദൈവം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ നീ ചോദിച്ച ചോദ്യം, ഏത് ചോദ്യം ഞാൻ വേണ്ടി ചോദിച്ചു, ഞാൻ ഉത്തരം തരാം. അവളൊന്ന് ഒരു നിമിഷം കണ്ണടച്ചപ്പോൾ, ദൈവമേ, ഈ പയ്യന്റെ മുമ്പ്, ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഞാൻ തോറ്റു പോകരുത്. നീ ജീവിക്കുന്ന ദൈവമാണ്, നീ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണ്, മതിയായ ദൈവമാണ്. ആ ദൈവം ഉണ്ടെന്ന് തെളിയിക്കുവാൻ, ആ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പഠിപ്പിക്കുവാൻ ഒരു ചോദ്യം എനിക്ക് തരണമേ, ഇദ്ദേഹത്തോട് ചോദിക്കാൻ. അപ്പൊ ദൈവം പറഞ്ഞു, സാരമില്ല മോളെ, ഇവിടെ തിരുവനന്തപുരത്ത് വെബിനെ കുറിച്ച് പറഞ്ഞു, 8 കാലി. അതേപോലെ ഒത്തിരി കാലുള്ള ജീവികളുണ്ട്. പോരുന്ന വഴിക്ക് ഒത്തിരി 4 കാലുള്ള ജീവികളുണ്ട്. നിങ്ങളും കാണാറുണ്ട്. 2 കാലുള്ള ജീവി 4 കാലേ പോണേ ഇവിടെ കണ്ടിട്ടുണ്ടോ?
ഇവിടെ UK അങ്ങനത്തെ ആളുകൾ. നമ്മുടെ നാട്ടിൽ വന്ന പരഞ്ചേരിയിൽ അല്ലെങ്കിൽ മൂവാറ്റുപുഴയൊക്കെ വന്ന് ബാറിന്റെ മുമ്പിൽ നിന്നാൽ മതി, 2 കാലം ഉള്ളെങ്കിലും 4 കാലിൽ പോകുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവൻ ചോദിച്ച ചോദ്യം ഇതാണ്, 2 കാലയിൽ കയറിപ്പോയി 3 കാലയിൽ ഇറങ്ങി വരുന്ന ഒരു ജീവിയുടെ പേര് പറ. ഈ പെൺകുട്ടി അവനോട് ചോദ്യം അതാ. 2 കാലയിൽ പോയി 4 കാലം അവന്റെ ജീവിയുടെ കാര്യം ഞാൻ പറഞ്ഞു, പേര് നമുക്കറിയാം, പേരുണ്ടാവും. പക്ഷെ ഇവിടെ ചോദ്യം ഇതാണ്, അവൻ തന്റെ ലാപ്ടോപ്പ് എടുത്തു അതിൽ എല്ലാ ജന്തുശാസ്ത്രം മുഴുവൻ നോക്കി. 8 കാലുള്ള ജീവിയുണ്ട്, 6 കാലുള്ള ജീവിയുണ്ട്, 4 കാലുള്ള ജീവിയുണ്ട്, 2 കാലുള്ള ജീവിയാകുമ്പോൾ ഇരിക്കുന്ന നമ്മളെല്ലാവരും. പക്ഷെ 2 കാലം കയറിപ്പോയി 3 കാലം ഇറങ്ങി വരുന്ന ജീവിയുടെ പേര് പറയാൻ കഴിഞ്ഞു. കുറെ നേരം ആലോചിച്ചു, എല്ലാ മേഖലകളും കണ്ടു. അവസാനം അവൻ വേർത്തു പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, തോറ്റുപോയി, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഈ സിമ്പിളായ ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ സാധിക്കാത്ത താങ്കളാണോ ഈ വലിയ അറിവിന്റെ ഭണ്ഡാരമാണ്, വലിയ അറിവുള്ള ആളാന്ന് പറയുന്നത്? അങ്ങനെ ഒരു ജീവി ഇല്ല എന്നതാണ് എന്റെ ഉത്തരം. സിമ്പിളാണ്. ഈ ചോദ്യം ചോദിപ്പിച്ചത് എന്റെ ദൈവമാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ചോദ്യമാണ്. അതുകൊണ്ട് ദൈവമുണ്ട്. പിന്നീട് ചോദ്യം ചോദിക്കാൻ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നില്ല. ഇത് പറഞ്ഞത് ദൈവമക്കളെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലാണ്. ദൈവത്തെ വിട്ടുപോകുമ്പോൾ, ദൈവത്തിന് അകന്നു പോകുമ്പോൾ അത് ദൈവത്തിന് ബോധിച്ച പുരുഷനായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദാവീദ് പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിലെല്ലാം ദൈവത്തോട് കൂടെ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. ഗോലിയാത്തിന്റെ നേരെ യുദ്ധത്തിനായി പോകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് വിജയം വരിക്കുവാനായിട്ട് ദാവീദിന് സാധിച്ചത്. ഒന്ന്, ദൈവത്തിന് ബോധിച്ചവനായിരിക്കാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഈ ലോകത്ത് മറ്റാരുമല്ല, ഓർത്തുകൊള്ളണം. മറ്റു യാതൊന്നുമല്ല നമുക്ക് ഭാഗ്യത്തിന് കാരണമാകുന്നത്. സമ്പത്തോ പദവിയോ ജോലിയോ അറിവോ ഒന്നുമല്ല, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു അനുഭവം. ഒന്നാമതായി ക്യാമ്പിലൂടെ സാധ്യമാക്കേണ്ടത്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും മതിയായ ദൈവമുണ്ട്. എനിക്ക് പഠിക്കുവാൻ കഴിവ് തരുന്ന ദൈവമുണ്ട്. എന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവമുണ്ട്. രാവിലെ എഴുന്നേൽക്കുവാനും രാത്രി സമാധാനത്തോടെ ഉറങ്ങുവാനും കൃപ തരുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ഭയപ്പെടുവാൻ ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷനായിരിക്കാൻ കാരണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അവൻ ദൈവത്തെ അന്വേഷിച്ചിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവം കമ്പ്യൂട്ടർ യുഗമാണല്ലോ. ഫേസ്ബുക്കിലാണ് നാം. ദൈവവുമായിട്ട് ഫേസ്ബുക്ക് തുറന്ന എത്ര പേരുണ്ട്? ഒത്തിരി പേര് ലൈക്ക് ചെയ്യുന്ന, ഒത്തിരി പേരെ കൂട്ടുകാരായി കാണുന്ന. ഇവിടെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാവും ഇതൊക്കെ. അങ്ങനെ സൗഹൃദങ്ങൾ കൂടുന്നു. വളരെ സുന്ദരനായ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ഒരാൾ പുതിയൊരു ഫേസ്ബുക്ക് തുറന്നു. അതൊരാൾക്ക് ഇഷ്ടപ്പെട്ടു. സൗഹൃദങ്ങൾ വർദ്ധിച്ചു. മാസങ്ങളായി, വർഷങ്ങളായി പരസ്പരം കാണാൻ ആഗ്രഹിച്ചു, സമയം കുറിച്ചു. കണ്ടുമുട്ടിയപ്പോൾ സുന്ദരനായ ഫോട്ടോ കണ്ട ആളല്ല, മറിച്ച് വളരെ വികൃതനായ, വളരെയധികം സൂക്ഷിച്ചതായ, അല്ലെങ്കിൽ യാതൊരു സൗന്ദര്യമില്ലാത്ത ആ പെൺകുട്ടി ഉടനെ ബോധം കെട്ട് അല്ലെങ്കിൽ തലകറങ്ങി വീണു. ഇത് കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു പെൺകുട്ടി ട്രെയിനിൽ കയറി കോഴിക്കോട്ട് ചെന്നിറങ്ങി. ടെലിഫോണിലൂടെ പരിചയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ വേണ്ടിയാണ്. അവിടെ ചെന്നിറങ്ങി ഫോൺ ചെയ്ത് വിളിച്ചു, എവിടെയാണ്? ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞു, ഇതാ ഞാനിവിടെ നിൽക്കുന്നു, ഈ പ്ലാറ്റ്ഫോമില് സിമന്റ് ബെഞ്ച് ചാരിയിരിക്കുന്ന ഞാനാണ്. നിന്നെ വിളിക്കാറില്ല, നീ വിളിക്കാറില്ല. നോക്കിയപ്പോൾ ജരാതന ബാധിച്ച വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ. ആ പെൺകുട്ടി അവിടെ തലയിറങ്ങി വീണു. റെയിൽവേ പോലീസ് അവിടെ വന്ന് മുഖത്ത് വെള്ളം തെളിച്ച് ബോധം ഒക്കെ കിട്ടി ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇന്നതാണ് സംഭവം. നോക്കുക, ലോകത്തിന്റെ പല സൗഹൃദങ്ങളും കൂടുമ്പോൾ ദൈവവുമായിട്ട്, യേശുവുമായിട്ട് ആ ഒരു ബന്ധം തുടരുവാനാണ്
കഴിഞ്ഞ വർഷം ആരംഭിച്ചു, ഈ വർഷം തുടരുന്നു, ലോകമുള്ള കാലത്തോളം. 3ാമത്, 4ാമത്, 5ാമത് എന്നിങ്ങനെ ഈ ആനുവൽ മീറ്റിംഗ്സ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ, ദാവീദ് ദൈവത്തെ ബോധിച്ച പുരുഷനാകാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ഇന്ന് ലോകത്ത് കുഞ്ഞുങ്ങളെ നോക്കാം, ദൈവഭയമില്ലാതെയുള്ള ഒരു തലമുറ വളരുകയാണ്. ഇത് ഇംഗ്ലണ്ടില് അതിനൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് കാണുന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ മംഗ്ലീഷ് ആണെങ്കിലും, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്ത് മംഗ്ലീഷ് പുസ്തകത്തിലൂടെ ആണെങ്കിലും നമ്മുടെ പ്രാർത്ഥന പഠിക്കാൻ മനസ്സ് വയ്ക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആ അനുഭവത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം നാം കൂടുതൽ ദൃഢീകരിക്കുമ്പോൾ, കൂടുതൽ ബലപ്പെടുത്തുമ്പോൾ ദൈവത്തിന് ബോധിച്ചവരായി തീരും. രണ്ടാമതായി നാം കാണുന്നതായ ഒരു കാര്യം, ദാവീദ് ദൈവത്തിന് ബോധിച്ചവനായി തീരാൻ കാരണം അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ വേദപുസ്തകത്തിൽ തെളിവുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്താം. 1 ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 13ാം അധ്യായത്തിൽ 3ാം വാക്യത്തിലുണ്ട്, ദാവീദ് ദൈവത്തെ മാനിച്ചു, ദൈവത്തിന്റെ കൽപ്പനകളെ മാനിച്ചു. പ്രിയമുള്ളവരെ, വേദപുസ്തകം കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സംഘാടകൻ എൽദോസറ്റിൻ പറഞ്ഞു. ദൈവത്തിന്റെ വചനം, അതിനെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ദൈവത്തിന്റെ വചനം വായിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനം പഠിക്കുന്നവർ. പലപ്പോഴും നമുക്ക് വേറെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എനിക്ക് സന്തോഷം തോന്നി. ഇവിടെ വന്ന് യാത്ര ചെയ്തപ്പോൾ, ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒരുപാട് വായിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും പുസ്തകങ്ങൾ വായിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ടൗണിൽ പോയിരുന്ന് കുറ്റം പറയാനും മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തുമ്പോൾ, ഇവിടെ പുസ്തകത്തിലൂടെ ജീവിക്കുന്ന ആളുകളെ, ഏത് പുസ്തകമായിക്കൊള്ളട്ടെ, വായിക്കുന്ന പുസ്തകം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ജീവിതത്തില് ഒരു തീരുമാനം എടുക്കണം. ദിവസം 1 അധ്യായമെങ്കിലും ദൈവത്തിന്റെ വചനം വായിക്കുവാൻ, അത് ഈ ക്യാമ്പിലൂടെ സ്വായത്തമാക്കണം. ദൈവത്തിന്റെ വചനം വായിക്കുന്നവർക്ക് ദോഷം വരികയില്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർക്ക് ദോഷം വരികയില്ല. ആവർത്തന പുസ്തകം 6ാം അധ്യായം 6ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ വചനം മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അതെപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹൃദയത്തിന് ദൈവത്തിന്റെ വചനം നിറഞ്ഞിരിക്കണം. ദൈവത്തിന്റെ വചനം ആഴത്തിൽ പഠിക്കണം. നമ്മുടെ സഭാവിശ്വാസം ആഴത്തിൽ പഠിക്കണം. നമ്മുടെ കൂദാശകളെ കുറിച്ച് ആഴത്തിൽ പഠിക്കണം. ഈ സമൂഹത്തിൽ നാം ജീവിക്കുന്ന മേഖലകളിൽ എങ്ങനെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി, ഇന്ന് സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം ക്രിസ്തീയ സാക്ഷ്യമില്ല. മഹാത്മജി പറഞ്ഞു, ബൈബിൾ എനിക്കിഷ്ടമാണ്, ദൈവവചനം ഇഷ്ടമാണ്, വേദപുസ്തകം എനിക്കിഷ്ടമാണ്, യേശുവിനെ എനിക്കിഷ്ടമാണ്, ബട്ട് ഐ ഹേറ്റ് ക്രിസ്ത്യൻസ്. ബട്ട് ഐ ഹേറ്റ് ക്രിസ്ത്യാനിയെ ഞാൻ സ്നേഹിക്കുന്നില്ല. ക്രിസ്ത്യാനിയെ കാണാൻ കഴിയുന്നില്ല. എന്താ കാരണം? വചനമില്ലാത്ത, വേദപുസ്തകവുമായി ബന്ധമില്ലാത്ത, തിരുവചനത്തെ പറയുന്നത് അനുസരിക്കാത്ത, ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ക്രൈസ്തവരായി മാറിയതുകൊണ്ടാണ് മഹാത്മജി പറഞ്ഞത് ക്രിസ്ത്യാനിയെ വെറുക്കുന്നുവെന്ന്. ദൈവമക്കളെ, ഈ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഈ മഹാരാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനിയായി, പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ വക്താക്കളായി നിങ്ങളായിരിക്കുന്ന പഠന സ്ഥലത്ത്, ജോലി സ്ഥലത്ത്, മേഖലകളിൽ എല്ലാം നമുക്ക് ധൈര്യത്തോടെ, വളരെ പ്രൗഢായി, വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കണം, ക്രിസ്ത്യൻ. ഞാൻ യാക്കോബായ സുറിയാനിക്കാരനാണ്. നമുക്ക് പറയാൻ ഉള്ള ധൈര്യമുണ്ടായിരിക്കണം. അതിനുള്ള ആർജവം ഇവിടെ നിന്ന് നിങ്ങൾ കൈക്കൊള്ളണം. 1, ദൈവത്തെ ഭയപ്പെടണം. 2, ദൈവത്തിന്റെ കൽപ്പനകളെ മാനിക്കണം. ദാവീദ് ദൈവത്തിന് ബോധിച്ചവനായി തീരാനുള്ള കാരണം ദൈവത്തിന്റെ കൽപ്പനകളെ മാനിച്ചു. പലപ്പോഴും ബാല്യത്തിലൊക്കെ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്.
ആരിലും ഏഴിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയും എനിക്ക് അച്ഛനാവണം, അത് പറയാറുണ്ട്. എന്നാ കുറെ കൂടെ മുതിർന്നു കഴിയുമ്പോൾ, സൺഡേ സ്കൂളിൽ കുറെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, മുതിർന്നു കഴിയുമ്പോൾ നാട്ടിലെ ഒരു വലിയ പ്രോബ്ലം അതാണ്. 10ാം ക്ലാസ് വരെ പഠിക്കും, +1 +2 ഉണ്ട് ഇപ്പോൾ സൺഡേ സ്കൂളിൽ. അതിലേക്ക് വരാൻ കുഞ്ഞുങ്ങൾക്ക് മടിയാണ്. അപ്പോഴേക്കും അവര് മെഡിസിനായി, എഞ്ചിനീയറിംഗ് ആയി, അങ്ങനെ പല ഫീൽഡിലേക്കും പോയി. പിന്നെ സൺഡേ സ്കൂളുമായിട്ട് ബന്ധവും പള്ളിയുമായിട്ട് ബന്ധമൊക്കെയും വിട്ട് ആരാധനയുമായിട്ട് ബന്ധം, വചനമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ട് അവർ തെറ്റിപ്പോകുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ആരാധനയെ വേണ്ടതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തത് നാട്ടിലൊക്കെ ഇന്ന് സംഭവിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ പള്ളി വരാന്തയിൽ ഇരുന്ന് മൊബൈലില് സിം മാറുന്നു, മെമ്മറി കാർഡ് മാറുന്നു, മെസ്സേജ് അയക്കുന്നു, അതില് കാര്യങ്ങളുമായിട്ട് ആരാധനയെ സംബന്ധിക്കാൻ വിമുഖത കാണിക്കുന്നത് വചനം ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷനായിരിക്കാൻ കാരണം അവൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചു, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ജീവിച്ചു. ദൈവമക്കളെ, കുഞ്ഞുങ്ങളോട് പറയാനായിട്ടുള്ളത്, സൺഡേ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്, പള്ളിയിൽ നിന്ന് ലഭിക്കുന്നത്, വീട്ടിൽ ലഭിക്കുന്നതായ ആ നിർദ്ദേശം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് സാധിക്കണം. അതിനുദാഹരണത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്, ദൈവത്തിന് ബോധിച്ച പുരുഷനായി ദൈവം ദാവീദിനെ കാണാനുള്ള കാരണം ദാവീദ് ജീവിതത്തിന്റെ കുറവുകളെയും തെറ്റുകളെയും യാതൊരു മടിയും കൂടാതെ സമ്മതിച്ചവനാണ്. ജീവിതത്തിലെ ബലഹീനതകളോ പോരായ്മകളൊക്കെ വന്നപ്പോൾ അതെല്ലാം മറച്ചു വയ്ക്കാതെ, കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം, സൗമ്യത, വിശ്വസ്തത. ഇതാണ് ആത്മാവിന്റെ ഫലങ്ങൾ. എന്നാൽ പലപ്പോഴും ഫലമില്ലാത്ത ഒരനുഭവത്തിലേക്ക് ക്രൈസ്തവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു വ്യത്യാസം ഉണ്ടാകുവാൻ ഈ 2014 നമ്മുടെ സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ വാർഷിക യോഗത്തിലൂടെ ആത്മീകമായ ഫലങ്ങൾ വീട്ടിലും സമൂഹത്തിലും സ്കൂളിലും കോളേജിലും എല്ലാം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ, നല്ല ഫലമുള്ള അനുഭവത്തിലേക്ക് വരുവാൻ യേശുദമ്പുരാൻ തന്റെ ജീവിതത്തിൽ പറഞ്ഞു, ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലമുണ്ടാണ്. ആകാത്ത ഫലങ്ങളാണോ? അനുഗ്രഹത്തിൻ്റെതായ നല്ല ഫലങ്ങളാണ്. എഫ്രൈമിനെ കുറിച്ച് പറയുന്നത്, എഫ്രൈം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ ഫുൾ ഓഫ് ഫ്രൂട്ട്സ്, സമർത്ഥമായ ഫലമുള്ളവൻ എന്നാണ്. പക്ഷേ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഫ്രൈമിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല. ജാതികളോട് കലർത്തപ്പെട്ടവനായി ഫലമില്ലാത്തൊരു അനുഭവത്തിന് വഴി തെറ്റിപ്പോകുന്നതായ ഒരു അനുഭവം എഫ്രൈമിനെ കുറിച്ച് പറയുക. ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കേണ്ട ഓരോ ക്രൈസ്തവരും, ഓരോരുത്തരും, നാം ഓരോരുത്തരും ഭവനത്തിലായാലും സമൂഹത്തിലായാലും ആ ഫലങ്ങളാണ് സത്യസന്ധത, സ്നേഹം, ആത്മാർത്ഥത, വിശ്വസ്തത. ഇതൊക്കെയും പുലർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും ഈ ക്യാമ്പിലൂടെ ഒരു പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി, ഒരു പുതിയ ദർശനത്തിന്റെ ഉടമയായി, പുതിയ വിഷൻ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിക്കട്ടെ. സ്നേഹത്തിന്റെ ഫലങ്ങൾ. പ്രിയമുള്ളവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ഇല്ലാത്തതാണ് സ്നേഹം. മാതാപിതാക്കളുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇളയ മകന് പറ്റിയതാണ്. ആ വീട്ടില്, സ്നേഹഭവനത്തില്, സ്നേഹ അന്തരീക്ഷത്തില് സ്നേഹനിധിയായ പിതാവിനോടുകൂടെ കയ്യിൽ മോതിരവും കാലിന് ചെരുപ്പും എഴുത്തരമായ വസ്ത്രവും ധരിച്ചതായ ഇളയ മകൻ പിതാവിന്റെ സ്നേഹം തിരിച്ചറിയാതെ, പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ ദൂരദേശത്തേക്ക് പോയി സകലതും നഷ്ടപ്പെടുത്തി നിരാശയിൽ കഴിയുന്ന പന്നികളോടുകൂടെ ഒരു യഹൂദൻ ഏറ്റവും നിഷിദ്ധമായിരിക്കുന്ന വഴിയിലേക്ക് വീണുപോയതായ അനുഭവം. ദൈവത്തിന് അനേക കുഞ്ഞുങ്ങൾ നടന്നു പോവുകയാണ്. ഞാന് കേരളത്തില് ഈ വർഷത്തെ വലിയ നോമ്പിലെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു പള്ളിയിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, വളരെ പയ്യനാണ്, ഒരു വലിയ
ടൗണിൽ ഞാൻ നിൽക്കുകയാണ്. നെന്മാറ എന്ന് പറയും, തമിഴ്നാടിനോട് അടുത്താണ്. നെന്മാറയിലെ പോലീസ് സബ് ഇൻസ്പെക്ടർ യാക്കോബായക്കാരനാണ്. തൃശ്ശൂർ ഭദ്രാസനത്തിലെ അംഗമാണ്. ഇവിടുന്ന് സഭ മാറിപ്പോയ ഒരു തിരുമേനിയുടെ കൂടെ വളരെ അടുപ്പമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെയാണ്. അദ്ദേഹം ഔദ്യോഗിക അഡ്രസ്സില് ആ നെന്മാറ ടൗണിൽ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്. വളരെ ചെറുപ്പമാണ്. അന്ന് ആരും തടയുന്നില്ല. ഓട്ടോറിക്ഷക്കാർ വഴക്ക് കൂടുന്നു. സഭാവസ്ത്രം ഈ കുപ്പായം ധരിച്ച് എന്റെ അടുത്ത് വന്ന് എന്തെല്ലാം ചോദിക്കുന്നു. അങ്ങനെ പോകുന്നു. അപ്പോ അവിടെ നിന്നതായ, എന്നെ കൊണ്ടുവിടാൻ വന്നതായ സഹോദരൻ പറഞ്ഞു, അച്ഛാ, ഈ ചെറുപ്പക്കാരൻ ഈ ടൗണിൽ ഒരു ശാപമാണ്. സ്ഥിരം ഇവിടെയുണ്ട്. അവനെ പല പ്രാവശ്യം പോലീസ് പിടിച്ചുകൊണ്ടുപോയി, പലതാക്കി വെച്ചു. പക്ഷേ എല്ലാ അർത്ഥത്തിലും അവൻ തകർന്ന ഒരു പയ്യനാണ്. ഇപ്പോഴും അവൻ സാധിച്ചുകൊണ്ട് നോക്കുക. വളരെ പ്രതീക്ഷയോടെ, വളരെ ലക്ഷ്യത്തോടെ വളർത്തിക്കൊണ്ടുവന്നതായിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ലോകത്തിന്റെ കോട്ടുകെട്ടുകളിലേക്ക് ഇറങ്ങിപ്പോയി. അനുസരണമില്ലാത്തവനായി തീർന്നപ്പോൾ സ്നേഹഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ കൂടാരത്തിന് അന്യനായി തീർന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന, അനുസരണമുള്ള, വിധേയത്വമുള്ള, ദൈവഭയമുള്ള, സഭാസ്നേഹമുള്ള, വിശ്വാസ സ്ഥിരതയുള്ള നല്ല മക്കളായി വളരാൻ, ദൈവത്തിന് ബോധിച്ചവരായി നമ്മൊരു ആത്മപരിശോധന നാളെ 24 മണിക്കൂർ നാളെയുണ്ട്. നാളെ കഴിഞ്ഞ് ഉച്ചയോടെ ഈ ക്യാമ്പ് പര്യവസാനിക്കുമ്പോൾ മനസാക്ഷിയോട് ഒരു ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിന് ബോധിച്ച പുരുഷനാണോ? ഞാൻ എൻ്റെ ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയാണോ? ഇവിടെ മാർക്കിടും 1000 കിട്ടുന്നവർക്കാണ് ഒന്നാം സമ്മാനമെങ്കിൽ, അല്ലെങ്കിൽ 900 കിട്ടുന്നവർക്കാണെങ്കിൽ ദൈവം ഒരു മാർക്കിടിൽ നടത്തിയാൽ എന്റെ സ്വഭാവത്തെ, എന്നിലെ ആത്മീയ ഫലങ്ങളെ കണക്കിട്ടുകൊണ്ട് ദൈവം എനിക്ക് ഒരു മാർക്ക് നിശ്ചയിച്ചാൽ ഞാൻ പാസ്സാകുമോ? അവന് ബോധിച്ചവനാണോ ഞാൻ? അവന്റെ സന്നിധിയിൽ എനിക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുമോ? ഈ ക്യാമ്പിലൂടെ നിശ്ചയമായും ദൈവത്തെ ഭയപ്പെടുന്നവരായി, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ മറച്ചു വെക്കാതെ സമ്മതിക്കുന്നവരായി ദൈവത്തിന് ബോധിച്ച അനുഭവത്തിലേക്ക് വരാൻ സാധിക്കട്ടെ. ഈ ക്യാമ്പ് അതിന് ഉതകട്ടെ, കൂടുതൽ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുവദനീയമായ ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദീർഘമായ ഒരു ചിന്ത എടുത്ത് പറയാൻ നിങ്ങൾക്ക് ഒരുപാട് ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഭാഗമായി അല്പസമയത്തേക്ക് യാദർശികം എന്ന ഒരു വാക്ക് ദൈവത്തിൽ ഇല്ലാത്തതിനാൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽപ്പാൻ സാധിച്ചു. ഞാൻ അതിലേറെ സന്തോഷവാനാണ്. ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ ക്യാമ്പ് കഴിയുമ്പോൾ, ഈ ക്യാമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മോട് തന്നെ ചോദിക്കുക, എൻ്റെ പള്ളിയിൽ ഞാൻ ബോധിച്ചവനാണ്, എൻ്റെ ഇടവകയിൽ ഞാൻ ബോധിച്ചവനാണ്, എൻ്റെ നാട്ടിൽ ഞാൻ ബോധിച്ചവനാണ്, എൻ്റെ ക്ലാസ്സിൽ ഞാൻ ബോധിച്ചവനാണ്, ഇവിടെ എല്ലാവരും എന്നെ ക്യാപ്റ്റനാക്കി അല്ലെങ്കിൽ ഇതിൽ ഞാൻ അംഗമായി തീർന്നു, എല്ലാവർക്കും ഞാൻ ബോധിച്ചവനാണ്. എന്നാൽ ദൈവം പരിശോധിക്കുമ്പോൾ ഹൃദയവിചാരങ്ങളെ അറിയുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ ഞാനൊരു ബോധിച്ചവനാണ്. അതിന് വേറൊന്നും ചെയ്യണ്ട. ഈ പരിശുദ്ധ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളിലും സത്യവിശ്വാസത്തിലും പാരമ്പര്യത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭാംഗം എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ തെക്കൻ ഭദ്രാസനത്തിൽ ചെല്ലുമ്പോൾ ചില വണ്ടികളിൽ എഴുതി വെച്ചിരുന്നു, വി പ്രൗഡ് ഇൻ ക്നാൻ. ക്നാനായക്കാരനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് അവരുടെ കലർപ്പില്ലാതെ ജീവിതം നയിക്കുന്ന ആളുകളാണ് അവർ. ചിങ്ങവനത്തും പരിസരത്തെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ. അതുപോലെ തന്നെ പറയാൻ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയിലെ അംഗങ്ങളായി
UK റീജിയനിലുള്ള നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരുമ്പോൾ, മുതിർന്നു വരുമ്പോൾ പറയാൻ സാധിക്കണം, ഞാനൊരു യാക്കോബായക്കാരനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു. ആ ഒരു അവബോധം നിങ്ങൾക്ക് കിട്ടട്ടെ. ദൈവം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തിന് ബോധിച്ചവരായി നിങ്ങൾ മാറി ദൈവം പ്രസാദിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മക്കളായി തീരാൻ സാധിക്കട്ടെ. നിങ്ങളിൽ ദൈവം പ്രസാദിക്കട്ടെ. തലകളെ നമിക്കാൻ പ്രാർത്ഥിക്കാം. ഇതിനും പരിശുദ്ധനും വാക്കുമാറാത്തവനുമായ നല്ല ദൈവമേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല വൈകുന്നേരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അഭിവന്യ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കാൽവെപ്പ് പിതാവിലൂടെ ആരംഭിച്ചതിനായി നന്ദി പറയുന്നു. യുകെയിലുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സഭയെ നയിക്കുവാൻ ശക്തരാകേണ്ടതിന് അടിസ്ഥാനമിട്ട് യേശു ക്രിസ്തുവാകുന്ന പാദമേൽ പാദമൂന്നി വിശ്വാസ സ്ഥിരതയുള്ളവരായി, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി, സഭാസ്നേഹികളായി, സത്യവിശ്വാസികളായി തീരാൻ ഇതും ഇതുപോലെയുള്ള കൂടിവരവുകളെയും അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും ഒരുപോലെ തിരുസന്നിധിയിൽ മനസാക്ഷിയോട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയാണ്. ഉൾപ്പുകളെ അറിയുന്ന, ഹൃദയവിചാരങ്ങളെ അറിയുന്ന, ഉള്ളതുള്ളതുപോലെ അറിയുന്ന, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന, നിലവുകളെ ദൂരത്ത് ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പിൽ അവന് ബോധിച്ച ഒരു വ്യക്തിയാണോ ഞാൻ? എന്റെ ദൈവമേ, ദാവീദിനെ പോലെ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും പതറാതെ നിങ്ങൾ തന്നെ ഉറച്ചു നിന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും നിന്റെ മുഖം അന്വേഷിച്ച് നിന്റെ കൽപ്പനയിൽ നിന്ന് വിട്ടുമാറാതെ തന്റെ പാപങ്ങളെ തിരുസന്നിധിയിൽ സമ്മതിച്ചേറ്റു പറഞ്ഞ് അവിടുന്ന് ബോധിച്ച പുരുഷനായി ദാവീദിനെ കണ്ടെങ്കിൽ ഞങ്ങളെയും ഈ കുഞ്ഞുങ്ങളെ അതിന് ഒരുക്കണമേ നാഥ. വലിയ ശക്തി പ്രാപിച്ച ആത്മാവിന്റെ ഫലങ്ങൾ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും മാതാപിതാക്കളോട് ബന്ധത്തിലും സഭാജീവിതത്തിലും ഒപ്പം തന്നെ അവർ പഠിക്കുന്ന മേഖലയിലും അങ്ങേക്ക് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളാക്കി തീർക്കണമേ. അഭ്യന്റെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഭദ്രാസനത്തെ നയിക്കുവാനുള്ള ശക്തിയും ബലവും കൊടുത്തതിനായി സ്തുതിക്കുന്നു. ഇവിടെ നിന്നുള്ള യാത്രയിലും പീഡാനുഭവാരം അമേരിക്കയിലും വിദേശത്തുമായിരിക്കുന്ന പിതാവിനെ ശക്തിപ്പെടുത്തണമേ. ഈ റീജിയനിലെ മുഴുവൻ വൈദിക ശ്രേഷ്ഠരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് സഭയെ വളർത്തുവാൻ നിന്റെ അഭിഷിക്തന്മാരെ ഉപയോഗിക്കണമേ. കൗൺസിൽ അംഗങ്ങളും ഓരോ ഇടവഴിക്കും സാന്നിധ്യം വഹിക്കുന്ന എല്ലാ സാരഥികളെയും എല്ലാ പ്രവർത്തകരെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് രജിസ്റ്റർ ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ബോധിച്ച മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മക്കൾ വിട്ടുപോകുന്ന ഭവനത്തെയും അതിൽ പാർക്കുന്നവർ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഈ വർഷത്തെ പീഡാനുഭവാനും അങ്ങയുടെ മാറോട് അടുത്തു വരുവാൻ, അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാൻ, അവിടുത്തെ കൃപകൾ ധാരാളമായി പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഈ ക്യാമ്പിന്റെ ആരംഭത്തിൽ അങ്ങ് കൂടെ ഇരുന്നത് പോലെ അവസാന നിമിഷം വരെയും അഭിതിരുവനുസോണ്ട് ആശീർവദിച്ച് ഞങ്ങളെ മടക്കി അയക്കുന്നത് വരെയും മാനുഷികമായ യാതൊരു ഇടപെടലുണ്ടാകാതെ സകലവും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലും നിയന്ത്രണത്തിലുമായിരിക്കാൻ ഇടയാക്കണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ, ഉത്സാഹിക്കുന്നവരെ,
വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ, ഭക്ഷണം പാകം ചെയ്യുന്നവരെ, ഓഫീസ് വർക്ക് ചെയ്യുന്നവരെ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കണം. ബലഹീനായതിനെ ഈ ദേശത്തേക്ക് ഒന്ന് അയച്ചു കൃപയ്ക്ക് നന്ദി. നിന്റെ മക്കളെ മുമ്പിൽ നിൽക്കുവാൻ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രാർത്ഥനയാതിനും കേട്ടതിനായി സ്തുതിക്കുന്നതെല്ലാം ഞങ്ങൾക്കായി ജീവിച്ച മനുഷ്യരാകട്ടെ. അധികാരമുള്ള നാമത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, ശുദ്ധിമതിയായ ദൈവമാതാവായ അമ്മയുടെയും തോമാശ്ലീഹായുടെയും സകല പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയോ ചോദിക്കുന്നു. കൃപയുടെ കൊടുക്കുമാറാകട്ടെ. ആമേൻ. കരങ്ങളെ ഉയർത്താം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി. വലത് കൈ ഉയർത്തി. വലത് കൈ. ഹല്ലേലൂയ. 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 എനിക്ക് അവസരം തന്നതിന് നന്ദി പറയുന്നു. അഭ്യർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രസാദം ചുംബിക്കുന്നു. നിങ്ങൾ ഏവരോടുമുള്ള നന്ദി ഹൃദയത്തിന്റെ കാലത്ത് അറിയിക്കും. ദൈവം നമ്മെ